ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ഇപ്പോഴത്തെ രാജ്യത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായി ദേശീയത, അതായത് രാജ്യത്തിനൊപ്പം, അതായത് അത് സംഘപരിവാറിൻ്റെയോ മോദിയുടെ കൂടെ നിൽക്കുന്നതല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്ന് ശക്തമായ നിലപാടെടുത്ത കുറച്ച് നേതാക്കന്മാരുണ്ട്. അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയും. തീർച്ചയായും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂരാണ്. ശശി തരൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ശശി തരൂർ ദേശീയ ധാരയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അത് പക്ഷേ ദേശീയത എന്ന് പറയുന്നത് അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തോടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ ദേശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രതിബദ്ധതയല്ല എന്ന് അദ്ദേഹം കൃത്യമായും ഈ സമയത്ത് തെളിയിച്ചിരിക്കുകയാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുന്നിലടക്കം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും പ്രസക്തമാണ്. ഈ യുദ്ധം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്നതിന്, ഇപ്പോഴത്തെ ആക്രമണത്തിന് മുമ്പും അതിനുശേഷവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് യഥാർത്ഥമായ ഒരു രാജ്യസ്നേഹിയുടേതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം ഒരുപാട് തവണ ഏറ്റിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ സംഘപരിവാർ അനുകൂലിയാണെന്ന് പറഞ്ഞു വെക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പിഴച്ചത് ഈ രാജ്യസ്നേഹത്തിൽ നിന്ന് പുറത്തോട്ട് പോയതാണ്, പിറകിലേക്ക് പോയതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇല്ലാതാകാനുള്ള കാരണം. ഇവർ പറയുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമര ചരിത്രവും ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ നടത്തിയ ശ്രമങ്ങളും ഒക്കെ പറയുമ്പോഴും ഇന്ന് അത്തരത്തിൽ രാഷ്ട്രസ്നേഹമുള്ള, രാജ്യസ്നേഹമുള്ള കോൺഗ്രസ്സുകാർ കുറവാണ് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അവരുടെ വയറ്റിപ്പഴപ്പിനുള്ള മാർഗം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രസ്നേഹമോ രാജ്യസ്നേഹവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. പലപ്പോഴും പ്രീണനമാണ് അവരുടെ യഥാർത്ഥ കാര്യം. അന്ന് മുതലാണ് കോൺഗ്രസിന്റെ വീഴ്ച ആരംഭിച്ചത്. അദ്ദേഹം അത് കൃത്യമായി പറയുകയും അദ്ദേഹം രാജ്യത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് അസസുദ്ദീൻ ഒവൈസി ഹൈദരാബാദിൽ നിന്നുള്ള MP ആണ്. ഏറ്റവും മോദി സർക്കാരിൻ്റെ കടുത്ത വിമർശകനായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹം ഈ പ്രശ്നമുണ്ടായപ്പോൾ പാകിസ്ഥാനെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഏറ്റവും ശക്തമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. മതം ചോദിച്ചും മറ്റും പ്രശ്നമുണ്ടായപ്പോൾ പാകിസ്ഥാനിലെ നമ്മുടെ ജനങ്ങളെ, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ 26 പേരെ പഹൽഗാം ആക്രമണത്തിൽ തീർത്തപ്പോഴും ആ സമയത്തും അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ, അദ്ദേഹത്തിന് അവിടെ മാത്രമല്ല UP മഹാരാഷ്ട്രയിലൊക്കെ ഒരു പരിചയമുള്ള, അല്ലെങ്കിൽ അവിടെയൊക്കെ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാണ് ഒരു പക്ഷേ ഭാരതത്തെ ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകാതെ, ഒരു മുസ്ലിം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിം ഹൈന്ദവ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകാതെ വളരെ കൃത്യമായ നിലപാടുകളോട് അദ്ദേഹം ഇപ്പോൾ നിന്നു എന്നുള്ളത് അദ്ദേഹത്തെയും പ്രശംസിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ സമയത്ത് ഒരു രാഷ്ട്രസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കേരളത്തിൽ നിന്നുള്ള സ്വരാജും അതുപോലെ MA ബേബിയും ജോൺ ബ്രിട്ടാസും അടക്കമുള്ളവർ പലപ്പോഴും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഭാരതത്തെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ നിലപാടുകളെയൊക്കെ വിമർശിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും പറയാതെ പറയുമ്പോഴും അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായ നിലപാടിലൂടെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടെടുത്തവരാണ് ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒമർ അബ്ദുള്ളയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ കശ്മീരിൻ്റെ നിയന്ത്രണം കേന്ദ്രസേനയ്ക്കാണ്, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ. അപ്പോൾ വേണമെങ്കിൽ പറയാം, കശ്മീരിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ കശ്മീരിൻ്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനം നോക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ കുറ്റപ്പെടുത്തുകയോ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ സമയത്ത് കുറ്റപ്പെടുത്തുകയോ മാറി നിൽക്കുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹം, നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് കേരളത്തിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. പരസ്പരം ചെളിവാരി എറിയാൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഒരു ഫണ്ടിൻ്റെ കാര്യം വരുമ്പോൾ പോലും കൊടുത്ത ഫണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്. നിർമ്മലാ സീതാരാമൻ മൈക്കൊക്കെ എല്ലാവരെ കൊണ്ടും ചാനലിൻ്റെ മൈക്കൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് കഥ പറയുന്നത്. ഇത് നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓപ്പണായി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതൊന്നുമില്ലാതെ അദ്ദേഹം ഈ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും ഫലപ്രദമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആക്രമിച്ച സ്ഥലങ്ങൾ കാണാനായി അദ്ദേഹം പോകുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം പാകിസ്ഥാനിലെ അവസ്ഥ എന്താണ്. പാകിസ്ഥാനിലെ മുഖ്യമന്ത്രി കാണാനില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഏതോ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി. സൈനിക മേധാവി ആരുടെയോ തടവറയിലാണെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു, ഉണ്ടെന്ന് പറയുന്നു. അവിടുത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മുടെ സൈന്യത്തെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ ഇവരുടെ ഭീകര ക്യാമ്പുകൾ, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ജാഗരൂകനായി നമ്മുടെ പ്രധാനമന്ത്രി നോക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പലപ്പോഴും ഇത് സൈന്യത്തിൻ്റെ, പലരും പറയുന്നുണ്ട്, ഇപ്പോൾ VT ബൽറാം അടക്കമുള്ളവർ ഇത് സൈന്യത്തിൻ്റെ വിജയമാണ്, നമ്മൾ കൂടി ടാക്സ് കൊടുക്കുന്നതാണ് പലരും. അപ്പോൾ ചില ഇതൊക്കെ കണ്ടു, ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ നമ്മൾ കാണാൻ സാധിച്ചത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകളായിരുന്നു നാരീശക്തി എന്ന രീതിയിൽ പ്രകടിപ്പിച്ചത്. വ്യോമിക സിംഗും സോഫിയ ഖുറേഷി 2 പേര്.
അപ്പോൾ അത് ഭാരതം നൽകുന്ന ഒരു സന്ദേശം, ഞങ്ങളുടെ ഇവിടുത്തെ സ്ത്രീകൾ പോലും ഇത്രയും ഒരു ഓപ്പറേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് അതായത് ഒരു സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കുമെന്ന് പറഞ്ഞിടത്ത് ഞങ്ങളുടെ സ്ത്രീകൾ തന്നെയാണ് പൊരുതുന്നതെന്നൊരു സന്ദേശം ഭാരതത്തിന് കൊടുക്കാൻ കഴിയും. അത് മാത്രമല്ല രണ്ടാം നിരയിലുള്ളവരായിരുന്നു അവർ. അല്ല, അത് മാത്രമല്ല, ഒരു മതം ചോദിച്ചായിരുന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയെങ്കിൽ ആ മതത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ കൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യിപ്പിച്ചത്. അത് മാത്രമല്ല ഇവരെല്ലാം രണ്ടാം നിരയിലുള്ളവരാണ്. ഈ വ്യോമസേനയുടെ പ്രതിരോധ സേനയുടെ ഒന്നും മുൻനിരയിലുള്ളവരല്ല. നിങ്ങളെ തടുക്കാൻ ഞങ്ങൾക്ക് തൽക്കാലം ഈ രണ്ടാം നിരക്കാർ മതി എന്ന സന്ദേശം കൂടി കൊടുക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ അതിനുപോലെ പല വ്യാഖ്യാനങ്ങൾ ഫേസ്ബുക്കിൽ പലരും കുറിക്കുന്നുണ്ട്. സിന്ദൂർ എന്ന് പറയുന്നത് ഹൈന്ദവതയെ ഹൈലൈറ്റ് ചെയ്യാൻ കാണിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ചില പോസ്റ്റുകൾ. ഹൈന്ദവർ മാത്രമല്ല, ക്രിസ്ത്യൻസ് സിന്ദൂരം ഇടുന്നവരെ എനിക്കറിയാമല്ലോ. അപ്പൊ സിന്ദൂരം അങ്ങനെയൊന്നും അല്ല, അതിന്റെ ഒന്നുമില്ല. നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ സിന്ദൂരം പണ്ട് മക്കൾക്ക് വിജയത്തിന്റെ വിക്ടറിയുടെ ഭാഗമായി തൊട്ടു കൊടുക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. അപ്പൊ സിന്ദൂർ അങ്ങനെ ഹൈന്ദവരുടേത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ചിലവർ ഹൈന്ദവരുടേതാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മുസ്ലിംസ് ഒഴികെ ഇപ്പൊ ക്രിസ്ത്യൻസിലെ കത്തോലിക്കരൊക്കെ സിന്ദൂരം ഇടുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട സാധനം കണ്ടു. നമ്മളിപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി 2 സ്ത്രീകളെ ചെയ്തപ്പോൾ നിർമ്മലാ സീതാരാമന്റെ ഒക്കെ പടം വെച്ചുകൊണ്ട് മോദിയുടെ സ്ത്രീകൾ ഇവരാണ്, പിണറായി വിജയന്റെ സ്ത്രീകൾ ഇവരാണെന്ന് രഹന ഫാത്തിമ, രശ്മി നായർ, അങ്ങനെ കുറെ പടങ്ങൾ കണ്ടു. അപ്പോൾ അത് മോദിയുടെ പെണ്ണുങ്ങൾ അത് പറയാൻ കഴിയുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്ന നമ്മുടെ പെണ്ണുങ്ങളല്ലേ എന്ന്. മോദിയുടെ പെണ്ണുങ്ങളെന്നല്ല, അദ്ദേഹം ഭാരതത്തിൽ ഇന്ന് കൊടുത്തേക്കുന്ന സന്ദേശം ഏറ്റവും ശക്തരായ സ്ത്രീകളെ ഞങ്ങൾ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ തലപ്പത്തുള്ള സ്ത്രീകളെ ആണെങ്കിൽ നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ, അതുപോലെ തന്നെ സ്മൃതി ഇറാനി, ഇതിനു മുമ്പുണ്ടായിരുന്ന സുഷമ സ്വരാജ്, ഇത്രയും ഓറയുള്ള, ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ പറയുന്ന, ഇത്രയും ശക്തരായ സ്ത്രീകളെയാണ് ഭാരതത്തിന് മുന്നിൽ. ഭാരതം അത്രയും ഒരു വികസിത രാജ്യത്തിന് മാത്രമേ സ്ത്രീകളെ അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയൂ. ഒരു വികസിത മനസ്സിന് മാത്രമേ ഒരു സ്ത്രീയെ സ്ത്രീയായും അവരെ ബഹുമാനത്തോടെയും കാണാൻ പറ്റൂ. അല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളെ എഴുതി കാണിക്കുന്നത്. ഭാരതം വികസനത്തിന്റെ മുമ്പിലേക്ക് പോകുന്ന ഒരു വികസിത രാഷ്ട്രം എന്ന രീതിയിലേക്ക് പോകുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ സ്ത്രീകൾ പോലും അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ളവരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമുക്കറിയാം. അപ്പോൾ ഈ ഒമർ അബ്ദുള്ള അടക്കമുള്ളവർ ചെയ്തത് ഒരു മാതൃക തന്നെയാണ്. അവിടെയാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെയാണ് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ്? ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കറിയില്ല. ഇന്ന് വരെ വാതുറന്ന് കമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. വല്ല പട്ടായയിലേക്ക് പോയതാണോ എന്ന് അറിയില്ല. ഏതായാലും ഇതുവരെ ഈ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം വായടച്ച് നിശബ്ദനായിരിക്കുകയാണ്. ചൗക്കിദാർ ചോർഹ എന്ന് പറഞ്ഞതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും. അതാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈയിടെ കോടതിയിൽ നിന്ന് എന്തോ ചെന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ഇതും ഉണ്ടായിട്ടുണ്ട്. ആരെയോ എന്തോ തെറി പറഞ്ഞത് ഞാൻ മറന്നുപോയി. ഏതോ തരത്തിലുള്ള പ്രസ്താവന നടത്തി. എനിക്ക് തോന്നുന്നു ഗാന്ധിജിയെ കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള, ഗാന്ധിജിയെ കൊന്നത് RSSകാരാണെന്ന് പറയാൻ തോന്നുന്നു. രണ്ടാമത് വീണ്ടും സമൻസ് വരികയും പിന്നെ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടൊക്കെ അതാണോ എന്നറിയില്ല. പിന്നെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞ ശേഷം അവസാനം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താമെന്ന് വിചാരിച്ചിട്ടാവും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ യുദ്ധമോ രാജ്യമോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ലെന്നേ. അദ്ദേഹം ചുമ്മാ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഏതെങ്കിലും ചായക്കടയിൽ പോകുന്നു, ബോണ്ട കഴിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വന്നാലൊക്കെ അത്രയൊക്കെ ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഡൽഹിയിലും ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും ഒരു ദിവസം പാർലമെന്റിൽ വരും. പിന്നെ ഒരു അനിയത്തിയുണ്ട്. അനിയത്തി ഇപ്പോൾ പാർലമെന്റിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അനക്കൊന്നും കേൾക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച അനിയത്തി ഇച്ചിരി ഒച്ചയുമ്പോഴൊക്കെ ഒന്നും ഉണ്ടാക്കുമെന്നായിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. പിന്നെ സോണിയാഗാന്ധിക്ക് സുഖമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും അവിടെ നിന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മല്ലികാർജുൻ ഖാർഗെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിവാസം പറഞ്ഞിട്ട് പോകും. മല്ലികാർജുൻ ഖാർഗെ പാകിസ്ഥാന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിച്ച് പോകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ അണികളും അത് ഏറ്റെടുക്കുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഈവൻ VT ബൽറാം പോലും അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അവിടുന്ന് കിട്ടുന്ന അതുപോലെ ഏറ്റെടുക്കുന്ന ഒരാളാണ് VT ബൽറാം. പക്ഷേ VT ബൽറാം പോലും അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഒരു രാജ്യത്തോടുള്ള നമ്മുടെ കൂറ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ കേരളത്തിലെ യുവ നേതാക്കളെല്ലാം ഇതേ ആവേശം ഉൾക്കൊണ്ടവരാണെന്നാണ്. തീർച്ചയായും അത് ആവേശം ഉൾക്കൊണ്ട് കൂട്ടത്തിലേക്ക് അങ്ങനെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പക്ഷേ മല്ലികാർജുന ഖാർഗെ പറയുന്ന മറ്റൊന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇനിയും ഇലക്ഷന് എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ പറയുന്നത്. ഇലക്ഷന് ഗുണമുണ്ടാക്കാൻ പാകിസ്ഥാനികളോട് വന്ന് ഇവിടുത്തെ പഹൽഗാമിൽ കൊല്ലാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പറയുന്നത്. നമുക്കൊരു ലോജിക്ക് വേണ്ടേ രാഷ്ട്രീയം പറയുമ്പോൾ. ഇപ്പോൾ നരേന്ദ്രമോദി ഇലക്ഷന് ഗുണമുണ്ടാക്കാൻ അവിടെ പോയിട്ട് പഹൽഗാമിൽ വന്നൊരു 26 പേര് അവിടെ വരുന്നുണ്ട്, അവരെ ഒന്ന് തീർത്തു തരണം, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കട്ടെ എന്ന് പാകിസ്ഥാനികളോട് പറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക അത് രാഷ്ട്രീയമാണ്. യുദ്ധമുഖത്തും അല്ലെങ്കിൽ അത്തരം ഒരു സന്ദർഭം നിൽക്കുമ്പോഴും രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദേശീയധാരയിൽ നകന്നു പോയതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അപജയത്തിന് കാരണം. ആ അപജയത്തിന്റെ പാതയിൽ തന്നെയാണ് ഇവരെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്ന
വിഷമം കൂടി ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പട്ടായയിലേക്കോ മറ്റോ പോയതാണോ എന്നറിയില്ല. ഏതായാലും പട്ടായയിലാകാനാണ് സാധ്യത കൂടുതലെന്ന് തോന്നുന്നു.